തിരുവനന്തപുരം മുട്ടട വാർഡിലെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, പ്രചാരണത്തിനിറങ്ങുകയും വിജയം ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണവ്. പക്ഷെ ഇപ്പോൾ അവർക്ക് പ്രചാരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇലക്ഷന് മത്സരിക്കാനുള്ള ആ ഒരു സ്ഥാനാർത്ഥിത്വം പോലും അനിശ്ചിതത്വത്തിന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങുകയാണോ UDFന്റെ? അല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ ഉന്നയിക്കുന്ന കാര്യം ഇത് അവരുടെ പ്രശ്നമല്ല, ഇത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നമാണ് എന്നാണ് അവർ ഉന്നയിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ വോട്ടർ പട്ടിക വന്ന സമയത്ത് ആ വോട്ടർ പട്ടികയില് മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, കാലഘട്ടത്തിന് ഇപ്പൊ SIR വരുന്നതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ആദ്യം തൊട്ടേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വോട്ടുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം, നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ വോട്ടർ പട്ടിക വന്നപ്പോൾ അതിൽ ഒരു നമ്പർ കൊടുക്കുക, അതായത് നമ്മുടെ വോട്ടർ ID ഓരോ നമ്പർ കൊടുക്കും. നമ്മുടെ നമ്പറുകൾ പലപ്പോഴും മാറിയിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ മാറി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മാറ്റിയിട്ടാണ് ആദ്യത്തെ തവണ കൊടുത്തത്. പിന്നീട് വീണ്ടും പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മാറ്റി കൊടുത്തു. അപ്പൊ അതിലും വീണ്ടും തെറ്റ് വന്നു. അപ്പൊ അത്തരത്തിൽ തെറ്റ് വന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായത്. അല്ല, ഈ പറയുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ വോട്ടർ ID നമ്പർ, ഈ നമ്പർ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ വൈഷ്ണവ് വോട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് എന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ മരിച്ച ആരുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുമില്ല, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ, നമുക്കറിയാം, ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അവിടെ ഇപ്പം വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇപ്പൊ അതിനു മുമ്പിട്ടുള്ള വോട്ടർ പട്ടിക കാണിച്ചിട്ട് അതിൽ 20 പേരുടെ വോട്ടുകൾ, അതായത് എതിർ സ്ഥാനാർത്ഥിയുടെ വീട്ടിന്റെ അഡ്രസ്സിൽ നിന്നും 20 പേരുടെ വോട്ടുകൾ കാണിച്ചുകൊണ്ട് അവർ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിരുന്നു. അപ്പം വോട്ടർ പട്ടികയിൽ കുറെ ക്രമക്കേടുകളുണ്ട്. അപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞ കാലങ്ങളായിട്ടെല്ലാം പറയുന്നത് തന്നെയാണ്, വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളുണ്ട്. അപ്പം ഇന്നും ഇന്ത്യയിലെ ഈ വോട്ടർ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വോട്ടർ പട്ടിക അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്ഥാനാർത്ഥി കുറെ കൂടെ വിജിലന്റ് ആയിരിക്കണം. അതായത് സ്ഥാനാർത്ഥി അല്ലാത്ത സമയത്ത് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് എപ്പോഴും വോട്ട് ചെയ്യാം, ആരും അന്വേഷിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വരില്ല. പക്ഷെ സ്ഥാനാർത്ഥി ആകുന്ന നിലയിൽ തൊട്ട് അവരെ എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായി വിജയിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ട്. അതിപ്പോഴും അയാൾ ചെക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ എഴുതി കൊടുക്കുന്ന നോമിനേഷൻ ആണെങ്കിലും അതിന് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ സ്ക്രൂട്ടണിയുടെ സമയത്ത് അയാൾക്ക് പറയാം ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. അപ്പൊ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ട്. അത് തന്നെയാണ് അതിന്റെ പ്രോപ്പർ വേ. വൈഷ്ണയുടെ കാര്യത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികളുടെ മാത്രമല്ല, ഓരോ വോട്ടറുടെയും ഐഡിക്കും അല്ലെങ്കിൽ ഓരോ വോട്ടറുടെയും വോട്ടിനും അവരുടെ അവകാശത്തിനും അത്രത്തോളം വിലയുണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാൻ വരുന്ന വ്യക്തിയാണെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിലും ഇതിൽ എല്ലാത്തിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും, അതിനേക്കാളുപരി തെറ്റുകൾ ഇല്ല എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പിക്കേണ്ടതായിരുന്നു. ഇപ്പൊ വൈഷ്ണയുടെ കാര്യത്തിലാണെങ്കിൽ പോലും വൈഷ്ണ 24 വയസ്സുള്ള പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നപ്പോൾ പോലും വൈഷ്ണയ്ക്ക് തോൽവി ഉറപ്പിച്ചിരുന്നു CPM. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജനങ്ങളുടെ സ്വാധീനം പിടിച്ചുപറ്റാൻ വൈഷ്ണയ്ക്ക് സാധിച്ചു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള പരാതികളുമായി ഓരോരുത്തരും മുൻപോട്ട് വരുന്നത്. അല്ല, എന്ത് തന്നെയാണെങ്കിലും വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നല്ല അപ്പീൽ പോയിട്ടുണ്ട്. അപ്പം അടുത്ത വരുന്ന ദിവസങ്ങളിൽ കോടതിയിൽ നിന്നും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ വരും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അവർ മുന്നോട്ട് പോകാൻ. ഈ പറയുന്നത് പോലെ വൈഷ്ണയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജോലി രാജിവെച്ചു, അതിനുശേഷമാണ് പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുന്നത്. കാരണം ജോലിയും പ്രചാരണവും കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ കെവിൻ ചേട്ടൻ ഇരുന്ന് പറഞ്ഞിരുന്നു. വിദ്യാർത്ഥികളെയൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് 3 മണി വരെ ക്ലാസ്സും അതിനുശേഷമാണ് ഈ പറഞ്ഞ പ്രചാരണത്തിന് ഇറങ്ങുകയും ഇനി വിജയിച്ചാൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ പോലും ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് വൈഷ്ണവ് സ്വന്തം ജോലി പോലും രാജിവെച്ചുകൊണ്ട് പ്രചാരണത്തിനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഇറങ്ങുന്നത് നമ്മൾ കണ്ടത്. ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലാവുകയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോൾ ആ കുട്ടി ഇനി പ്രചാരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രചാരണത്തിൽ ഇറങ്ങും. ഇത് യഥാർത്ഥത്തിൽ വൈഷ്ണയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കുന്ന ഒരു രീതിയിലേക്കല്ലേ മാറുന്നത്? സ്വാഭാവികമായും വൈഷ്ണയോട് തോന്നുന്ന സഹതാപം വോട്ടായി മാറാൻ സാധ്യത കൂടുതലല്ലേ? അതിന് ആദ്യമേ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് പറഞ്ഞപ്പം വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പം തിങ്കളാഴ്ചയോളം അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അപ്പൊ അതുവരെ വൈഷ്ണവിക്ക് പ്രവർത്തിക്കാനുള്ള കഴിയില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പം എന്ത് തന്നെയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് കുറച്ചുകൂടെ പാർട്ടി ആണെങ്കിലും
ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ല. അപ്പൊ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതും വെരിഫിക്കേഷൻ ചെയ്യേണ്ടതും പാർട്ടിയുടെ ഉത്തരവാദിത്തമായിരുന്നു. അപ്പം അത്തരത്തിലായിരുന്നു ചെയ്യേണ്ടത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഇനി ഇപ്പൊ അടുത്ത ദിവസങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ വൈഷ്ണവിക്ക് മത്സരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന്. ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ വോട്ടർ പട്ടികയിലെ പേര് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനാണ് അത് തെറ്റുകാരെങ്കിൽ കോടതി അതിന് അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും വൈഷ്ണവിക്ക് വരുന്നത്. പക്ഷെ അത് ഒരു സംഘടന അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എല്ലാവരെയും വോട്ട് ചേർക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെയാണ്. അപ്പൊ ആ രാഷ്ട്രീയക്കാരുടെ പേരുകൾ തന്നെ തെറ്റുകൾ വന്നു കഴിഞ്ഞാല് അത് കണ്ടെത്താൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ മിസ്റ്റേക്ക് ആണ്. ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രികകൾ കൊടുക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട സ്ക്രൂട്ടണികൾ കാണും. അതിലും എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ എത്രയോ ആളുകളുടെ വോട്ടർ പട്ടിക തള്ളിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ നാട്ടില് നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ എല്ലാം പ്രോപ്പർ വേയിലാണ് പോകേണ്ടത്. അപ്പൊ ഇതിൽ ഇലക്ഷൻ കമ്മീഷനാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ചിലപ്പോ ആ വോട്ടിംഗ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ വൈഷ്ണയുടെ വോട്ടർ പട്ടികയിലേക്ക് പേര് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അടുത്ത സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും വൈഷ്ണയ്ക്ക് വേണ്ടി പാർട്ടി കൂടെ നിൽക്കുമെന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടി ഈ തരത്തിൽ അപ്പീലുമായി മുന്നോട്ട് പോകുന്നുണ്ട്, വൈഷ്ണവ് മുന്നോട്ട് പോകുന്നുണ്ട്. വൈഷ്ണയെ സ്ഥാനാർത്ഥിയാക്കി തന്നെ മുന്നോട്ട് പോകാനാണ് ഇതുവരെ പാർട്ടിയുടെ തീരുമാനം. ഇനി അത് സാധിച്ചില്ലെങ്കിൽ മാത്രം പുതിയൊരാളെ വൈഷ്ണയ്ക്ക് പകരം നിൽക്കുമെന്നുള്ള രീതിയിലൊക്കെയാണ് നേതാക്കന്മാരുടെ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള മറുപടി എന്ന് പറയുന്നത്. നാളെയോ മറ്റന്നാളോ, അതായത് തിങ്കളോ ചൊവ്വയൊക്കെ ആയിട്ടാണ് ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മള് തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വരും ദിവസങ്ങളിലെ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് കാണാൻ കഴിയുന്നത്. BJPയുടെ ഭാഗത്ത് നിന്ന് 2 പേരുടെ ഭാഗത്ത് നിന്ന്, അതായത് BJPയിലെ 2 പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ ആത്മഹത്യാ ഭീഷണി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയെന്ന് പറഞ്ഞുള്ള വാർത്തകൾ വരുന്നത്. CPM-ലേക്ക് നോക്കുകയാണെങ്കിൽ CPM-ലും BJPയിലും ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരാണ് സ്ഥാനാർത്ഥികൾ. അവിടുത്തെ മെയിൻ ഗുണ്ടകളാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനാധിപത്യത്തിന് തന്നെ കോട്ടം പാട്ടുന്ന രീതിയിലുള്ള ഒരുപാട് പേരെ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ ആളുകൾ ഭയപ്പെട്ടിട്ട് വേണം ഇവർക്ക് വോട്ട് ചെയ്യാനെന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഇപ്പം നമുക്കറിയാം, ഒരു ഗുണ്ടാ ലിസ്റ്റിൽ ഒരാൾ പേര് വരണമെങ്കിൽ അയാൾ അത്യാവശ്യം ചട്ടമ്പിത്തരം കാണിച്ച നാട്ടിലെ ആളുകളെ ഭയപ്പെടുത്തി പോകുന്നതാണ്. ഒരു ജനപ്രതിനിധി എന്നാൽ ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞേ, വോട്ട് ചെയ്തവർ മാത്രമല്ല, അവര് വോട്ട് ചെയ്യാത്ത വിഭാഗത്തിന്റെയും കൂടെ പ്രതിനിധിയാണ് എന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ നമുക്ക് ആരെ വേണമെങ്കിലും, ഇപ്പം എനിക്കാണെങ്കിലും ഹർഷയ്ക്കാണെങ്കിലും ആരെ വേണമെങ്കിലും തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ നമുക്ക് അവരെ തെരഞ്ഞെടുക്കാതിരിക്കാൻ, നമുക്ക് അവർക്കെതിരെ വോട്ട് ചെയ്യാനുള്ള അവകാശവുമുണ്ട്. നമ്മൾ അവർക്കെതിരെ വോട്ട് ചെയ്താലും അവരൊരു ജനാധിപത്യത്തിൽ ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ അവർ നമ്മുടെയും കൂടെ പ്രതിനിധിയാണ്. അപ്പം ബാക്കിയുള്ള വിഭാഗം, അയാളെ സപ്പോർട്ട് ചെയ്യാത്തൊരു വിഭാഗമുണ്ട്, ആ ജനങ്ങളെയും കൂടെ പ്രതികരിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ എത്ര ജനപ്രതിനിധികൾ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളെ കാണുന്നതും ഓരോ വീട്ടുകാരെ കാണുന്നതും തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു ജനപ്രതിനിധിക്ക് ചേരുന്ന കാര്യമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഗുണ്ടകളെയൊക്കെ പിടിച്ചു നിർത്തി കഴിഞ്ഞാല് ആർക്കെങ്കിലും ചെന്ന് എന്തെങ്കിലും ചോദിക്കാൻ പേടിയായിരിക്കും. അതായത് മെമ്പറെ ഞങ്ങൾക്ക് അത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ ഞാൻ അതുണ്ടാക്കി തരല്ലേ എന്റെ പണിന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? എവിടെ പോയി പരാതി പറയും? സാധാരണപ്പെട്ട ആളുകളാണെങ്കിൽ മിണ്ടാതെ പോകും. ഇനി അവനോട് ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും. അപ്പൊ ഇത്തരത്തിലുള്ള ഗുണ്ടാ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളാക്കി കഴിഞ്ഞാല് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ചിലപ്പോ ഭയപ്പെട്ട് വേണം തെരുവിലിറങ്ങി നടക്കേണ്ട അവസ്ഥ വരും. അല്ല, ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് വേണ്ടി നിൽക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. BJP സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ഗുണ്ടകൾ, അല്ലെങ്കിൽ CPM-ലാണെങ്കിലും ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരെയൊക്കെയാണ് സ്ഥാനാർത്ഥികളാക്കി നിർത്തുന്നത്. ഈ താഴെ തട്ടിലുള്ള അണികളെ പരിഗണിക്കാതെയുള്ള നീക്കം പാർട്ടിക്ക് എത്രത്തോളം നിലനിൽപ്പുണ്ടാകും എന്നുള്ളൊരു ചോദ്യം കൂടി ഇനി ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്.